ഗുഡ് ഈവനിങ്. ഇത് നമ്മുടെ പുതിയൊരു സൈറ്റാണ്. നമ്മളിവിടെ വന്നിട്ടുള്ള സൈറ്റ് വിസിറ്റ് ചെയ്യാനും അതുപോലെ മണ്ണിൻ്റെ pH ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ എല്ലാം തെങ്ങിൻ്റെ അടിവശം തടങ്ങളെല്ലാം തുറന്ന് മണ്ണെല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ വന്നിട്ടുള്ള മണ്ണിൻ്റെ pH ചെക്ക് ചെയ്യാനും സൈറ്റിൽ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇടത്തരം തെങ്ങുകളും അതുപോലെ വലിയ തെങ്ങുകളും ഏകദേശം 200ഓളം തെങ്ങുകളുണ്ട് ഇവിടെ. ഇത്രയാണ് നമ്മളിവിടെ SPCയുടെ ഓളപ്രയോഗം ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അടുത്ത് pH ഒന്ന് ചെക്ക് ചെയ്യാം. മണ്ണിൻ്റെ pH കാണിക്കുന്നത് 4.5 ആണ്, അതായത് 4.5 ആണ്. 4.5 എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണ് അസിഡിറ്റിക്കാണ്, അതായത് മണ്ണിന് അമ്ലത്വം പുളിപ്പുരസാണ് മണ്ണിന്. അതുകൊണ്ടാണ് ഈ ചെടികളെല്ലാം മുരടിച്ച് വളർച്ചയും അതുപോലെ കായ്ഫലം ഒന്നും കാണിക്കാത്തത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് pH ചെക്ക് ചെയ്യുമ്പോഴും ഇതേ അവസ്ഥയാണ് കാണിക്കുന്നത്. 4.5 മാത്രമേ ഉള്ളൂ. ഇത് അസിഡിറ്റിക് സോയിലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഇത് തെങ്ങുകൾക്ക് ശരിയായ രീതിയിൽ എടുക്കാൻ കഴിയില്ല. ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് ഇത് വലിക്കാൻ കഴിയുക. ആ ഒരു മൊച്ചിങ്ങയോ അടയ്ക്കയോ കൊയ്യുന്ന രീതിയാണ് മുകളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കിടുക, അതുപോലെ ചാണകം, യൂറിയ, പാറ്റംപോസ്, പൊട്ടാസ്, ഇങ്ങനെ പല വളങ്ങളും കുമ്മായങ്ങളും എല്ലാം വാരി അങ്ങ് ഇടും. പക്ഷേ ഇതല്ല മണ്ണിലെ പ്രോബ്ലംസ്. ഈ ഒരു മണ്ണിനെ അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കർഷകർ സാധാരണ ചെയ്യാറുള്ള കുമ്മായ അങ്ങ് വാരിയിട്ടാണ് ചെയ്യുക. കുമ്മായ അങ്ങ് വാരിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം മണ്ണിലുള്ള മൈക്രോബ്സുകളെല്ലാം ചത്തുപോകും. അതുമാത്രമല്ല, ഓൾറെഡി അതിനകത്ത് എന്തെങ്കിലും വളങ്ങളുണ്ടായി ഈ വളങ്ങളെല്ലാം ന്യൂട്രലായി പോവുകയും ചെയ്യും. കൂടാതെ 45 ദിവസം മാത്രമേ കുമ്മായത്തിന് മണ്ണിൽ ഗ്യാരണ്ടി ഉള്ളൂ. പിന്നീട് സംഭവിക്കുന്ന 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതിലും മോശമായിട്ടുള്ള മണ്ണിലോട്ട് പോകും. അതായത് വീണ്ടും അസിഡിറ്റിക് ആവും മണ്ണ്. കുമ്മായിട്ട് 45 ദിവസം മാത്രം മണ്ണിന് pH മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതുമാത്രമല്ല, പെട്ടെന്ന് തന്നെ കുമ്മായിട്ട് കഴിഞ്ഞാൽ 9-10 ഷൂട്ട് ചെയ്യും. ഇത് ചെടികൾക്ക് എടുക്കാൻ കഴിയില്ല. ഇതൊരു 40-45 ദിവസം കഴിഞ്ഞാൽ ഇതിന് ഗ്യാരണ്ടി കഴിയുകയും ചെയ്യും. അതുമാത്രമല്ല, ഇതിന് ഓൾറെഡി ഉള്ള വളങ്ങളെല്ലാം ന്യൂട്രലായി പോവുകയും ചെയ്യും. ഇതാണ് pH ചെക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഒരുപാട് പേര് പല വളങ്ങളും തട്ടിക്കൊണ്ടിരിക്കുന്നത്. നൈട്രജൻ അടങ്ങിയ ചാണകം, അതുപോലെ കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, ഇതെല്ലാം നല്ലതാണ്, ജൈവവളമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിലെ മണ്ണിൽ ഈ വളങ്ങളൊന്നും കൊടുത്താൽ പ്ലാന്റുകൾ ശരിയായ രീതി വലിക്കില്ല. വലിക്കാതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നൈട്രജൻ അടങ്ങിയ വളങ്ങൾ വലിക്കാതെ മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് വേര് പുഴുക്കളും അതുപോലെ ചെടിയെല്ലാം മരടിച്ച് വളർച്ചയും ശത്രുകീടങ്ങൾ കൂടി വരുന്നതാണ്. അതായത് മണ്ണ് pH അസിഡിറ്റിക് മേഖലയിൽ വളരുന്ന സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ ചെടിയെ ആക്രമിക്കാനായിട്ടുള്ളതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്യുക. എന്നതിന് ശേഷമാണ് ഇനി
വളപ്രയോഗം ചിന്തിച്ചിട്ടും അതുപോലെ വളപ്രയോഗം ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി SPCയുടെ PH ബൂസ്റ്റർ, ബയോഗ്രീൻ, ബോമിത്ര ഇത്രയും നമ്മൾ ഇവിടെ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏകദേശം PH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. കുമ്മായി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് ആണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് രണ്ടും ചേഞ്ച് ഉണ്ട്. ഈ ഒരു കാൽഷ്യം കാർബണേറ്റ് ഏകദേശം എത്രത്തോളം മണ്ണിലെ പുളിപ്പരസം മായൻ്റെ കണ്ടന്റ് കൂടുന്നോ അത്രത്തോളം ഈ കാൽഷ്യം കാർബണേറ്റ് മണ്ണിൽ ലയിച്ച് ഏകദേശം 1.5 വർഷം വരെ ഇത് മണ്ണിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും കൈയായിട്ടാണ് ഇതെല്ലാം ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വളപ്രയോഗം ഒരുമിച്ച് തന്നെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം കുമ്മായി നമ്മൾ കൈയേറ്റ് പിടിക്കില്ല, അതുപോലെ തടിയോട് ചേർത്തിട്ടില്ല, വേര് തട്ടിയാൽ അയക്കും. ഇത് നമ്മൾ വേരിലൂടെ അതുപോലെ മൊത്തം ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഈ ഒരു കാൽഷ്യം കാർബണേറ്റ് നമ്മൾ പതിപ്പിച്ചിട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന PH അവിടെ ഏകദേശം 1 വർഷം വരെ PH കിട്ടുന്നതാണ്. ഇങ്ങനെ മണ്ണിൻ്റെ ശരിയായ രീതിയിൽ കാൽഷ്യം അമ്ലത്വം വിട്ട് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ചെടികളെല്ലാം എണീറ്റ് വരുന്നതാണ്. ഓൾറെഡി അതിനകത്ത് എന്തെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെടുക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഭൂമിത്രന വളം കൊടുക്കുന്നുണ്ടെന്ന്. ഈ ഭൂമിത്രന വളത്തിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയതാണ്. മൈക്രോ ന്യൂട്രിയൻറ്റ്, അതുപോലെ 3 തരം വേപ്പിണ്ണാക്ക്, ഫാറ്റ്, യൂറിയ, NPK, പൊട്ടാസ് ഇതെല്ലാം നാച്ചുറലായിട്ട് ഇതിനകത്ത് വരുന്നതാണ്. ഇത് കൂടാതെ സർഗസ് പായൽ, കടലിൽ നിന്നെടുക്കുന്ന സർഗസ് പായൽ, പ്രോട്ടീൻ എല്ലാം കൂടി വരുന്ന ഒരു കമ്പോസ്റ്റാണ് ഭൂമിത്ര. അപ്പോൾ ഇത് 3 ഒരുമിച്ചാണ് നമ്മൾ മിക്സ് ചെയ്ത് ഓരോ പ്ലാന്റുകൾക്ക് കൊടുക്കുന്നത്. ഈ ഒരു PH ബാലൻസ് ആയതിനു ശേഷം മാത്രമേ ഇനി ചാണകമായാലും ജൈവവളങ്ങൾ കൊടുത്തിട്ടും മണ്ണിൽ നിന്ന് എടുക്കുള്ളൂ. ജൈവവളം മാത്രമല്ല, ഇംഗ്ലീഷ് വളങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ PH ബാലൻസ് ആവണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളായാലും ജൈവവളങ്ങളായാലും, ജൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം പച്ചിലകളെല്ലാം നല്ലതാണ്, പക്ഷെ ഇത് വലിക്കുന്നില്ല. ആ ഒരു പ്രോബ്ലംസാണ്. ഇപ്പോൾ ആധുനിക കൃഷി കാലഘട്ടമാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് മാറി കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കായ്ക്കാത്ത പ്ലാന്റുകൾ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തെങ്ങ്, കവുങ്ങ്, റബ്ബർ ഇതിനെല്ലാം ചെയ്തിട്ട് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതും കർഷകന് 1 വർഷം വരെ നമുക്ക് ഇതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കാനും പറ്റുന്നതാണ്. നമ്മളിതുവരെ പരത്തി ചുറ്റുഭാഗവും വേരിൽ തട്ടി, തടിയിൽ തട്ടി, കയ്യിൽ തട്ടി എന്ന് വെച്ചിട്ട് യാതൊരു സൈഡ് എഫക്റ്റോ, തികച്ചും ഓർഗാനിക്കാണ്. സാധാരണ നമുക്കറിയാം കുമ്മായെല്ലാം കുറച്ച് അകലത്തിലാണ് നമ്മളിടുക, തടിയോട് ചേർത്തിടാറില്ല. രാസവളങ്ങളെല്ലാം ഇതൊക്കെ ഇടത്തരം തെങ്ങുകളാണ്. അത്യാവശ്യം നല്ല കായ്ഫലം തരുന്നൊരു സമയമാണിത്. ഇപ്പോൾ ഇതെല്ലാം ഒടിഞ്ഞു പൊട്ടി ഓലയും കുത്തി താഴോട്ട് വന്നിരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ മണ്ണ് അസിഡിറ്റിക് സോയിൽ ആയതുകൊണ്ട് മാത്രമാണ് മണ്ണിൽ ശരിയായ രീതിയിൽ കാൽഷ്യം, മഗ്നീഷ്യം, മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെ ഒരുപാട് അഭാവങ്ങളാണ് കേരളത്തിലെ മണ്ണിൽ. ഈ പ്രൊഡക്റ്റുകളെല്ലാം ഓൾ കേരള കൊറിയറായിട്ടും സൈറ്റ് വിസിറ്റ് ചെയ്ത് മണ്ണെല്ലാം ചെക്ക് ചെയ്ത് പ്രൊഡക്റ്റുകൾ ഇറക്കി തരാനും പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.